പരേതന്റെ ആർസി കട്ടത് സൂപ്രണ്ട് സാറാ നാട്ടാരെ തിരൂരങ്ങാടി സബ്ബാട്ടി ഓഫീസിൽ നിന്നും നിരന്തരം ഉയരുന്ന ക്രമക്കേടുകളും വ്യാജ ലൈസൻസ് നിർമ്മാണവും പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നും കുറ്റക്കാരെ സർവീസിൽ നിന്നും നീക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ തുടങ്ങിയ ഉപരോധം 1:30 മണിവരെ നീണ്ടു. സബ്ബാട്ടി ഓഫീസിന്റെ വാതിലിനു മുന്നിൽ സമരക്കാരെ പോലീസ് തടഞ്ഞു. 2019 മരണപ്പെട്ട വേങ്ങര കണ്ണമംഗലം സ്വദേശി തന്റെ വാഹനത്തിന്റെ ആർസി മാറ്റുന്നതിനായി 2021 തിരൂരങ്ങാടി സബ്ബാട്ടി ഓഫീസിൽ നേരിട്ടെത്തി ഫയലിൽ ഒപ്പുവെച്ചെന്നും ഒരു ടെസ്റ്റുമില്ലാതെ 50-ലേറെ ലൈസൻസുകൾ ഇഷ്ടക്കാർക്കായി നിർമ്മിച്ചു നൽകിയെന്നും ഡിജിറ്റൽ മാർഗങ്ങൾ വഴി കൈക്കൂലി സ്വീകരിച്ചെന്നുമെല്ലാം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനെ പുറത്താക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. സമരം മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് വെച്ചാൽ, ഇവിടെ 2019 മരണപ്പെട്ട ആൾ 2021 വന്ന് ഈ ഓഫീസിൽ ഹാജരാകുകയും ഇവിടെ നിന്ന് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാജ ലൈസൻസിൻ്റെ നിർമ്മാണമായിരുന്നു. ആ വ്യാജ ലൈസൻസ് ഏകദേശം പ്രാഥമിക പരിശോധനയിൽ തന്നെ 50ഓളം ലൈസൻസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ 300-ലേറെ ലൈസൻസുകൾ ഇത്തരത്തിൽ വ്യാജമായി നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കർണാടകയിൽ നിന്നും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ, അത് ആ വ്യക്തി അവിടെ പോകുന്നു വേണ്ട, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ ഒരു ലൈസൻസ് കിട്ടിയാൽ ആ വ്യക്തിയുടെ ഒരു ലൈസൻസിൻ്റെ കോപ്പി ഇവിടെ ഹാജരാക്കിയാൽ നമ്മൾ കാണുന്ന ഇപ്പോൾ ഇവിടെ കൂടിയ കുറേ മാധ്യമപ്രവർത്തകരുണ്ടല്ലോ, ആ മാധ്യമപ്രവർത്തകരുടെ പേരിലൊക്കെ ലൈസൻസ് ഇഷ്യൂ ചെയ്തു കൊടുക്കും. ഒറ്റ കോപ്പി മതി. ഒരു ലൈസൻസിൻ്റെ കോപ്പിയിൽ തന്നെ ഏകദേശം 10ഓളം ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഫോട്ടോ മാറ്റി കൊടുക്കും, അഡ്രസ്സ് മാറ്റി കൊടുക്കും, അവരെ എല്ലാവരും നമ്പർ വരെ, ലൈസൻസിൻ്റെ നമ്പർ വരെ മാറ്റി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഓഫീസിനെ സംബന്ധിച്ച് വ്യാജ RCയുമായി ബന്ധപ്പെട്ട് മുമ്പേ ആരോപണം നിലനിൽക്കുന്നതാണ്. അത് കൃത്യമായ അന്വേഷണം നടക്കാത്തതിൻ്റെ പേരിലാണ് ഇന്ന് ഈ തരത്തിൽ വ്യാജ ലൈസൻസ് പണി വന്നത്. ശേഷം ജോയിന്റ് RTOയുമായും തിരൂരങ്ങാടി SIയുമായി നടത്തിയ ചർച്ചയിൽ 2 ദിവസത്തിനകം വിജിലൻസ് കേസെടുത്തില്ലെങ്കിൽ തിരൂരങ്ങാടി പോലീസ് കേസെടുത്ത് അന്വേഷിക്കുമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. ഉപരോധ സമരത്തിന് മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ഉസ്മാൻ കാച്ചടി, ബാപ്പുട്ടി ചെമ്മാട്, PK സൽമാൻ, KK റഹീം, സലാഹുദ്ദീൻ തേറാമ്പിൽ, യഹിയ, AV ഷഫീഖ്, ജുബൈർ തറാമ്പിൽ, കള്ളിയൻ കുന്ന എന്നിവർ നേതൃത്വം നൽകി. ഈ ചാനൽ ന്യൂസ് തിരൂരങ്ങാടി. വീട്ടിലേക്ക് ഒരു പുതിയ ഫ്രിഡ്ജ് വേണം, പക്ഷേ ഒറ്റയടിക്ക് ഇത്രയും പണം വിഷമിക്കേണ്ട. പേയ്മെന്റിൽ ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഉണ്ട്. എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം. നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രൊഡക്റ്റും പേയ്മെന്റിൽ നിന്ന് സ്വന്തമാക്കാം. ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് പേയ്മെന്റുമായി കോൺടാക്ട് ചെയ്യൂ. Payment, making it easy. Valanjeri. Phone 9526 001 003.